യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ സമുദ്ധരിച്ചു. കാന്തപുരം പറഞ്ഞോ ഇമാമിങ്ങളുടെ കൗലി നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപോലെ പിന്തുടരുകയാണ് മുജാഹിദുകൾ. അല്ലേ അല്ലേ അല്ലെ? എങ്ങനെ ചിന്തിച്ചേ? റസൂലുള്ളാഹി ഇത് നബിയുടെ ഖുതുബ, ആ ഖുതുബയിൽ ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 2 ഖുതുബ ഉണ്ടായിരുന്നു. അതിൽ ഖുർആൻ ഓതും ആവർത്തിച്ച് അല്ലെ? നബിയുടെ ഖുർആൻ ഓത്ത് കേട്ടിട്ടാണ് വനിതകൾ വരെ സൂറത്ത് ഖാഫ് 50-ാം അധ്യായം വെള്ളിയാഴ്ച ജുമയ്ക്ക് പഠിച്ചത്. ഞങ്ങൾ ആ പാതയെ സ്വീകരിച്ച്. ഇനിയോ 1400 വർഷങ്ങൾക്ക് മുമ്പ് 114 അധ്യായങ്ങൾ റസൂലുള്ളാഹി ഓതിക്കൊടുത്തു. അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, മക്കയിൽ കാബത്തിന്റെ പരിസരത്ത് ആ ദേവാലയത്തിന്റെ മുമ്പിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് സൂറത്ത് റഹ്മാൻ ഓതിക്കൊടുക്കുകയാണ് അമുസ്ലിങ്ങൾക്ക്. കാരണം അല്ലാഹു അവതരിപ്പിച്ച വചനം ഇവിടുത്തെ മനുഷ്യർക്കുള്ളതാണ്. മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമല്ല. മനുഷ്യനാണോ അവർക്ക് മുഴുവനും ഖുർആൻ ഓതിക്കൊടുക്കണം. മുജാഹിദുകൾ പരമാവധി ശ്രമിക്കുന്നത് അതാണ്. അല്ലേ? മുജാഹിദുകൾ ചെയ്യുന്നത് അതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കാന്തപുരം പറയുന്നത് സുന്നികൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1 ആയത്തോ 2 ആയത്തോ ഓതാറുണ്ട്. അയോഗ്യതയാണ്. പിന്നെയോ ഇപ്പോഴോ 5-6 മണിക്കൂർ പ്രസംഗിക്കും. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെ സുന്നികൾ പ്രസംഗിക്കും. അപ്പൊ പോലീസുകാർ വരില്ല, അവരെ എതിർക്കില്ല. മുജാഹിദുകളോ 7 മണിക്ക് തുടങ്ങി 7 ആവുമ്പോഴേക്ക് പോലീസ് സ്റ്റേഷനിൽ ബഹളമാണ്. അവിടെ വിളിച്ചു പറയുകയാൽ ആ പരിപാടി നിർത്തിക്കണം. എന്തേ അവർ ചെയ്ത തെറ്റ്? മനുഷ്യനെ നന്നാക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. അതിന് സമ്മതിക്കുന്നില്ല. ഈ അവസ്ഥാവിശേഷം ലോകത്ത് നിലക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൗരവമായ ഒരു ചർച്ച, ആത്മാർത്ഥമായ ഒരു ചർച്ച, സ്നേഹനിർഭരമായ ഒരു ചർച്ച. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. സ്നേഹത്തിൽ നിന്നാണ് ലോകമുദിക്കുന്നത്. സ്നേഹത്തിന്റെ മാനദണ്ഡം തെമ്മാടിത്തത്തിന് കൂട്ടുകാരനല്ല. ശരിക്ക് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരന്റെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കുക എന്നതല്ല. പിന്നെയോ കൂട്ടുകാരനെ നേർരേഖയിലേക്ക് നയിക്കൽ. അല്ലെ? ഇനി നിങ്ങൾ ആലോചിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയാൻ വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ ഉണ്ടാകും, ഈമാൻ വർദ്ധിക്കും. ഇത് അല്ലാഹു പറയുന്നതാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ ആയത്ത് ഓതുന്നത്. എങ്ങനെ? ആയത്തോതിക്കൊടുത്താൽ വിശ്വാസി സമൂഹത്തിന് ഈമാൻ വർദ്ധിക്കും എന്ന് ആര് പറയാ? അല്ലാഹു പറയാൻ. അതുകൊണ്ടാണ് മുജാഹിദുകൾ അനവധി ഖുർആനിക വചനങ്ങൾ മാനവരാശിയുടെ മുമ്പിൽ ഓതിക്കൊടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ വിശുദ്ധ ഖുർആൻ ഏത് മതപരമായ അഭിപ്രായ ഭിന്നതകളെയും ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ പ്രമാണം അതാണ്. ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട് നിങ്ങൾ ഏത് കാര്യം പഠിക്കുകയാണെങ്കിലും അത് ഖുർആനിൽ നിന്ന് നേർക്കുനേരെ പഠിക്കണം. അത് കേട്ട പ്രവാചകൻ ആ വചനം എങ്ങനെ അനുചരന്മാരെ പഠിപ്പിച്ചു, ആ പാഠം ഏതാണ്, അത് നിങ്ങൾ അന്വേഷിക്കണം. അതിന്റെ സ്രോതസ് എവിടെയുണ്ട്? നിങ്ങൾക്ക് ലളിതമായി പഠിക്കാം. ഏത് ഇന്റർനെറ്റിൽ കയറിയാലും ഇസ്ലാമിക് സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് യഥാർത്ഥ മതത്തെ അതിന്റെ യഥാർത്ഥ സൈറ്റുകളിൽ നിന്ന് കിട്ടും. ഞാനിത് പറയുന്നത് സ്നേഹം കൊണ്ടാണ്. നിങ്ങളത് ഓർക്കണം. നമ്മൾക്കൊരിക്കലും നാളെ ഒരപകടമുണ്ടാകരുത്. നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ നമ്മൾ ചെന്നെത്തിപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ഇതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ പ്രമാണങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മുജാഹിദുകൾ വിഷയത്തെ നോക്കിക്കാണുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു, അതിന്റെ വിശദീകരണം സുമ്മ ഇന്ന അലൈന ബയാന, സൂറത്തുൽ ഖിയാമ 75-ാം അധ്യായം 19-ാമത്തെ വചനം. സുമ്മ ഇന്ന അലൈന ബയാന, ആയത്തിന് ബയാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തു. ഒരു വചനം അതെന്ത് ഉൾക്കൊള്ളുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ആ റസൂൽ സഹാബത്തിന് തെറ്റാതെ വിശദീകരിച്ചു കൊടുത്തു. സ്വന്തമായി ഒരു വാക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, കടത്തിക്കൂട്ടിയില്ല. അങ്ങനെ കടത്തിക്കൂട്ടിയാൽ അദ്ദേഹത്തിന് വരാനിരിക്കുന്നത് കഠോരമായ ദൈവിക ശിക്ഷയാണ്. ഖുർആൻ ആ കാര്യം പറഞ്ഞു. മുഹമ്മദ് നബി ഓർക്കണം. ഉസ്താദുമാരെ, സക്കാഫിമാരെ, മൗലവിമാരെ എല്ലാവരും ഓർക്ക്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാന്റെ പേരിൽ
ഒരൊറ്റ വാക്ക് മുഹമ്മദ് നബി പോലും കെട്ടിയുണ്ടാക്കിയാൽ മുഹമ്മദ് നബിയുടെ ജീവനാടി അള്ള മുറിച്ചു കളയുമെന്നാണ്. അല്ലേ? വിശുദ്ധ ഖുർആൻ 69 അധ്യായം 41, 42, 43, 44 വചനങ്ങൾ. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ. വല്ലാത്ത വാക്കുകൾ. നബിയെങ്ങാനും വിശുദ്ധ ഖുർആൻ പറയാൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ഒരു വാക്ക് അല്ലാഹുവിന്റെ പേരിൽ സ്വന്തമായി മുഹമ്മദ് നബി കെട്ടിയുണ്ടാക്കിയാൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയും. അല്ലോ, അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയും. നമ്മുടെ പിടുത്തത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. നമ്മുടെ വലത് കൈകൊണ്ട് ആ പ്രവാചകനെ നാം പിടിക്കും, എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയും. ആ പിടുത്തത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കൊരാൾക്ക് സാധ്യമല്ല. ഈ സൂക്തം ഒന്ന് പരിശോധിച്ചേ. ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട് കൃത്യമായ 2 പ്രമാണം അത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. അതിലെന്ത് വർഗീയത ഉണ്ട്, അതിലെന്ത് വിഭാഗീയതയുണ്ട്, അതിലെന്ത് പോരായ്മയുണ്ട്, അതിലെന്താ തകരാറ്. ഞങ്ങളിവിടെ ഒരു കാര്യം പറയാം. ഖുർആൻ മനുഷ്യരെ എന്ന് വിളിച്ച ഗ്രന്ഥമാണ്. ഇസ്ലാം മനുഷ്യരെ എന്നെല്ലാരെയും വിളിക്കാൻ വർഗീകരിച്ചില്ല ഇസ്ലാം. ഓരോരുത്തരെ നീ ബുദ്ധൻ, അല്ലെങ്കിൽ നീ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്ന് വേർതിരിച്ചില്ല. ഇല്ല. ചാതുർവർണ്ണ്യം മായാസക്തം ഗുണകർമ്മ വിഭാഗശേ എന്ന് പിൽക്കാലത്ത് പൗരോഹിത്യം പറഞ്ഞത് ഇസ്ലാം പറഞ്ഞില്ല. മറിച്ച് ഇസ്ലാം എന്തു പറഞ്ഞു? അതൊന്ന് കേട്ടോളൂ. ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ അതെന്താ പറയുന്നത്? അതൊന്ന് കേട്ടു നോക്കിയേ. യാ അയ്യുഹന്നാസ്, എന്തൊരു വിളിയാണത്, എന്തൊരു വിളിയാണത്. ഒരമ്മ എന്റെ പൊന്നുമക്കളെ എന്ന 5 മക്കളെയും വിളിക്കുന്നു. എന്റെ പൊന്നുമോൻ സുരേഷേ എന്ന ഒരുത്തരം മാത്രം വിളിക്കുന്നു. അതിലൊരു വ്യത്യാസമുണ്ട്, ഒരു സ്നേഹത്തിന്റെ കുറവുണ്ട്, മക്കൾക്കിടയിൽ ഒരു അനീതിയുടെ അവസ്ഥാവിശേഷമുണ്ട്. ഇവിടെ അല്ലാഹു മനുഷ്യരെ വിളിക്കുകയാണ്. അല്ലയോ മനുഷ്യരെ, അല്ലയോ എന്റെ അടിമകളെ, സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന മുദ്രാവാക്യം ആർക്കെതിരെ? സർവരാജ്യ മുതലാളിമാർക്കെതിരെ. സർവരാജ്യ മുതലാളിമാരെ സംഘടിക്കൂ, സർവരാജ്യ തൊഴിലാളികൾക്കെതിരെ. അല്ലേ? ഇവിടെയാണ് ഇസ്ലാം വിളിക്കുന്നത്. ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, കറുത്തവരെ, വെളുത്തവരെ, പാശ്ചാത്യരെ, പൗരസ്ത്യരെ എന്ന വിളിയല്ല. അല്ലയോ മനുഷ്യരെ. എത്ര സ്ഥലത്ത്? 20-ലധികം തവണ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ വിളിക്കുകയാണ്. കേട്ടോളൂ. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം വീണ്ടും വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. 2-ാം അധ്യായം 168-ാമത്തെ വചനം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു. 2-ാം അധ്യായം 213-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യന്റെ വികാസ പരിണാമങ്ങൾ. ഇവിടെ കൂടിയ എല്ലാവരും, ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും ആരാണ്? ഒരാദമിന്റെ, ഹവ്വായുടെ മക്കളാണ്. 4-ാം അധ്യായം 1-ാമത്തെ വചനം. തീർന്നില്ല. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം 13-ാമത്തെ വചനം. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. വജഅൽനാകും ശൂബൻ വ ഖബായില ലിതഅറഫു, നിങ്ങളുടെ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് തമ്പത്തല്ലാനല്ല, തിരിച്ചറിയാനാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ എന്ന നിലയിൽ ഐഡന്റിറ്റി നിലനിർത്താനാണ്. 49-ാം അധ്യായം 13-ാമത്തെ വചനം. തീർന്നില്ല. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനം. അല്ലയോ മനുഷ്യരെ, ഔദാര്യവാനായ നിങ്ങളുടെ സിട്ടാവിന്റെ കാര്യത്തിൽ നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞ ഘടകം എന്താണ്? കണ്ടോ? വീണ്ടും ചോദിക്കാൻ. ഖുർആനിലെ 80-ാം അധ്യായം 24-25 വചനങ്ങൾ. തീർന്നില്ല. 85-ാം അധ്യായം 6, 5, 6, 7 വചനങ്ങൾ. മനുഷ്യരെ, 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 മനുഷ്യ മക്കളെ എന്ന ആണിനെയും പെണ്ണിനെയും വേർതിരിക്കാതെ സകല മനുഷ്യരെയും വിളിച്ച ലോകത്തിന്റെ ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഗ്രന്ഥം, മാനവരാശിയുടെ ഗ്രന്ഥം, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഗ്രന്ഥം, വിജ്ഞാന സാഗരങ്ങളുടെ ലോകത്ത് നീന്തി തുടിക്കാൻ മനുഷ്യവർഗത്തെ പ്രാപ്തമാക്കിയ ഗ്രന്ഥം. ഇരുട്ടിലായിരുന്ന യൂറോപ്പ്, റോം,
പേർഷ്യ, ഈജിപ്ത്, അതുപോലെ ഒരുപാട് രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളിൽ പ്രകാശവുമായി കടന്നു വന്ന ദിവ്യകിരണങ്ങളുടെ ദൈവിക ഗ്രന്ഥം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കലെത്തി അവിടേക്ക് മനുഷ്യരെ ആനയിച്ച ദൈവികമായ ഗ്രന്ഥം. അതേ ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചുമൂടിയെടുത്ത് അത് അരുതേ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദൈവിക ഗ്രന്ഥം. സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികളെ അറുകൊല ചെയ്യുന്ന കാടത്വത്തിനെതിരെ വചനങ്ങൾ അനവധി അവതരിപ്പിച്ച ദൈവിക ഗ്രന്ഥം. ജീവിതത്തിന്റെ നികലമണ്ഡലങ്ങളിൽ സമ്പത്ത് അന്യന്റേത് അപഹരിച്ചെടുത്ത് കൊള്ളലാഭം നേടുന്ന മനുഷ്യരെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഈ ദുനിയാവിലില്ല. അതല്ല, സമ്പത്ത് നല്ല നിലയിൽ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് വിമോചനമുണ്ട് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. മതത്തിന്റെ പേരിൽ തമ്മിൽ സല്ലരുതേ എന്ന് വർഗീയതയില്ലാത്ത വിശ്വാസം പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. ശാസ്ത്രബോധത്തിന്റെ പുതിയ ലോകത്തേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തിയ ഗ്രന്ഥം. മനുഷ്യന്റെ ശരീരത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ലോകത്തെ പ്രാപ്തമാക്കിയ ഗ്രന്ഥം. ആകാശമണ്ഡലങ്ങളിലെ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, സൗരയൂഥങ്ങളെ അഗാധമായി പഠിക്കാൻ മാനവതയെ ആഹ്വാനം ചെയ്ത ദൈവിക ഗ്രന്ഥം. ആകാശത്തിന്റെ വിഹായത്തിൽ അനന്തമായി പറന്നു നീങ്ങുന്ന പറവകളുടെ അത്ഭുതങ്ങളെ പഠിക്കാൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്ത ഗ്രന്ഥം. സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന ഉറുമ്പിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ പഠിപ്പിക്കാൻ ഒരു അധ്യായം അതിന്റെ പേരിൽ അവതരിപ്പിച്ച ദൈവിക ഗ്രന്ഥം. സഹോദരങ്ങളെ, തേനീച്ച എന്ന അത്ഭുത ജീവിയെ ലോകത്തിന് പരിചയപ്പെടുത്തി ആണാണോ പെണ്ണാണോ ഈ പ്രക്രിയയിൽ ഏർപ്പെടുന്നത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. എട്ടുകാലിയിലെ അത്ഭുതങ്ങളെ ആവാഹിച്ചെടുത്ത് ലോകത്തിന് പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. ഒട്ടകത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, മരുഭൂജീവിയായ മരുക്കപ്പലിനെ കുറിച്ച് അഗാധമായി പഠിക്കാൻ ലോകത്തെ പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. സാഗരങ്ങളെയും സാഗരത്തിലെ തിരമാലകളെയും സാഗരത്തിലെ മത്സ്യാദികളെയും അതുപോലെ ഭൂമുഖത്ത് ഉരകവർഗങ്ങളെയും പഠിപ്പിച്ച അഗാധമായ ദൈവിക ഗ്രന്ഥം. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ മഹനീയത മനുഷ്യരെ പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. നല്ലൊരു പിതാവാകാൻ ആഹ്വാനം ചെയ്ത ദൈവിക ഗ്രന്ഥം. നല്ലൊരു കച്ചവടത്തെക്കുറിച്ച് പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. നല്ലൊരു അയൽപ്പക്ക ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. മാതൃപിതൃ ബന്ധങ്ങളുടെ മഹനീയത മക്കളെ പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. അന്യമത സമൂഹത്തോട് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. ഇസ്ലാമിക് രാജ്യത്ത് എങ്ങനെ ജീവിക്കണം, ഇസ്ലാമികേതര രാജ്യത്ത് എങ്ങനെ ജീവിക്കണം, ഇങ്ങനെ തുടങ്ങി ഏതേത് കാര്യങ്ങളിലും ലോകത്തെ ചിന്തകളുടെ ലോകത്തെ കാണിച്ച ദൈവിക ഗ്രന്ഥം.